ഞങ്ങളിപ്പോൾ അൽമേര സെൻട്രൽ എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിലായപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മളിപ്പോൾ മെട്രോ ലൈൻ പോലെ ഇവിടെ സ്പ്ലിൻഡേഴ്സ് എന്നാണ് അവർ പറയുന്നത്, ഇൻ്റർസിറ്റി കണക്ടിവിറ്റി ആയിട്ടുള്ള ട്രെയിൻസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പാരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് അവിടെ മനസ്സിലാക്കാൻ. ഞങ്ങൾക്കിപ്പോൾ പോകേണ്ടത് സ്റ്റീൻവിജെക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് തൊട്ടടുത്താണ് വെല്ലൻഹോവേ എന്ന് പറഞ്ഞ ഇത് വരുന്നത്, ഞങ്ങളുടെ എയർബിഎൻബി ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റീൻവിജെക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് പിടിക്കണം. അപ്പോൾ സ്റ്റീൻവിജെക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളൊരു ട്രെയിൻ കയറിയിട്ട് സ്വല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. അപ്പോൾ മനസ്സിലാക്കിയത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇവിടെ ആപ്സ് ഉണ്ട്, സ്പ്ലിൻഡറിൻ്റെ ആപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒമിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എങ്ങനെ എങ്ങോട്ട് മാറണം, പ്ലാറ്റ്ഫോംസ് ആ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് കിട്ടും. ഇപ്പം ഞങ്ങൾ അതിനു വേണ്ടി അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ എന്നാ ഈ സ്പ്ലിൻഡേഴ്സിൻ്റെ ഒരു സൈനുണ്ട്, ആ സൈൻ ഉള്ള ജാക്കറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇൻഫോർമേഷൻസ് പറഞ്ഞു തരും. ഇത് ഇങ്ങനെ ഇൻഫർമേഷൻ സെൻറ്റേഴ്സും ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ സ്ക്രീൻസും ഉണ്ടാവും, അടുത്ത ട്രെയിൻസ് വരുന്ന സ്ക്രീൻസും ഉണ്ടാവും, എത്ര സമയം എടുക്കും ട്രെയിൻ വരാനും അങ്ങനത്തെ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇവരോടും അവർ കൂടുതൽ നമ്മളെ സഹായിക്കും, സ്പ്ലിൻഡറിൻ്റെ ആൾക്കാരോടൊപ്പം അവർ അടുത്ത ഏത് ട്രെയിനിൽ കയറണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അപ്പോൾ അവരോട് ചോദിച്ചാലും മതിയാവും. ഞാൻ ആക്ച്വലി സ്റ്റേഷൻ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോൾ എന്നാ ഒന്നും മനസ്സിലാകാതെ ഒരു അന്തവും കുന്തവും ബന്ധമില്ലാണ്ട് കീർത്തി ഒരു നിൽപ്പുണ്ട്. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്, ഞാൻ പറയുന്ന ട്രെയിനിലൊക്കെ ചാടി കയറുന്നല്ലാണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു. ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് കയറുന്നു. അങ്ങനെ ബ്ലിങ്കസ്യ എന്ന് പറയുന്ന ഒരു ഭാവമാണ് ഈ കാണുന്നത്. ഞങ്ങൾ വെല്ലൻഹോവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങളുടെ എയർബിഎൻബിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വില്ലേജ് പോലെയാണ്. ഇതിൻ്റെ അകത്താണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എയർബിഎൻബി ബുക്ക് ചെയ്തേക്കണം. ഞങ്ങൾ സോലെ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ് പിടിച്ച് ആണ് വെല്ലൻഹോവയിലേക്ക് വന്നേക്കണം. ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് ജിയാത്തൂൺ എന്ന് പറഞ്ഞ വില്ലേജ്. അവിടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ എയർബിഎൻബിയിൽ ചെന്നിട്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ജിയാത്തൂണിൻ്റെ അങ്ങോട്ടേക്ക് പോകും. അതും ഇതേപോലെ 2 ബസ്സിലാണ്. പിന്നിപ്പോൾ ഇവിടെ നമ്മുടെ പാരീസിൽ ഞങ്ങളുടെ കയ്യിലൊരു ട്രാവൽ കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ ട്രാവൽ കാർഡുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ബസ്സിൽ കയറുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് യൂസ് ചെയ്ത്, കാർഡ് മാത്രമേ എടുക്കുള്ളൂ, അവർ ക്യാഷ് എടുക്കില്ല. കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ബസ് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് അവിടെ സ്ക്രീനുണ്ട്, സ്ക്രീൻ നോക്കി നമുക്ക് സ്റ്റോപ്പിൽ ഇറങ്ങാം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എയർബിഎൻബിയിലേക്ക് ഹെഡ് ചെയ്യാണ്. ഇതാണ് ആക്ച്വലി ആ വില്ലേജ്. നല്ല ഭംഗിയാണ്, ഗ്രാമപ്രദേശം പോലെ. നമ്മുടെ ഇത് വലിയ ലഗേജസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് എയർബിഎൻബിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണം. ഇവിടെ ശരിക്കും ചെക്ക് ഇൻ ടൈം 3 PM ആണ്. ഇപ്പോൾ ഇവിടെ ടൈം ഓൾമോസ്റ്റ് 1:15 ആണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ വന്നോട്ടെ എന്ന് ഞങ്ങൾ ഓണറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് നേരത്തെ ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞു. നല്ല ക്ലിയർ സ്കൈ.
ഞങ്ങളിപ്പോൾ സ്വാട്സ് ലൂയിസ് എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയേക്കുക. ഇവിടെ നിന്നാണ് ഇനി കണക്റ്റിംഗ് നമുക്ക് ബസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 70 നമ്പർ ബസ്സിൽ കയറി നമ്മൾ ജിയാത്തൂൺ സ്റ്റോപ്പിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഒരു കുറച്ച് നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ ജിയാത്തൂൺ വില്ലേജാണ്. ഞങ്ങളങ്ങനെ ജിയാത്തൂൺ വില്ലേജിൻ്റെ അടുത്ത ലൊക്കേഷൻ എത്തി. ഈ സ്റ്റോപ്പിൻ്റെ പേര് ഹോൾ ഇൻ വെനിറ്റെ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ജിയാത്തൂണിൻ്റെ വില്ലേജിലേക്കുള്ള എൻട്രൻസ്, ബൂട്ട് റാഞ്ച് എന്ന് പറഞ്ഞു. ഞങ്ങൾ മെയിൻലി ആ ജിയാത്തൂൺ വില്ലേജിൻ്റെ ബോട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ജിയാത്തൂൺ അങ്ങോട്ട് പോണേ. അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്നാണ് നെതർലാൻഡ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടിവിറ്റി ടു ഡു എന്നാണ് കണ്ടത്. അപ്പോൾ ഞങ്ങളത് ചെയ്യാനാണ് പോണേ. ആക്ച്വലി ഇവിടെ ആൾക്കാർ ഭയങ്കര എന്താ പറയുക ഹെൽപ്പ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. കീർത്തി പോണു. ഞങ്ങൾ സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 70 നമ്പർ ബസ്സിലായിരുന്നു കയറേണ്ടത്. തൊട്ട് ഫ്രണ്ടിലെ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു ബാനർ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ബസ് വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ബാക്കിൽ ബസ് വന്നു. ഞങ്ങൾ കണ്ടേയില്ല. അപ്പോൾ ഡ്രൈവേഴ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്ന് വെച്ചാൽ ആ ബസ്സിലെ ഡ്രൈവർ മാറി വേറെ ഡ്രൈവർ കയറുന്ന ടൈമായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എവിടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ജിയാത്തൂൺ പോകാനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഈ ബസ്സാന്ന് പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴും ഒരു വലിയ ബസ് അവിടെ കിടക്കണം ഞങ്ങൾ ആക്ച്വലി കാണുന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിൽ കയറിയാൽ നമുക്ക് അവിടെ ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തൊട്ട് മുമ്പത്തെ ഞങ്ങളുടെ ബസ്സിൽ ഡ്രൈവറിൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് അപ്പം എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാർഡ് ആക്സസ് ചെയ്തിട്ട് അപ്പം തന്നെ ടിക്കറ്റ് എടുക്കുക. ഇത് സമ്മതിക്കില്ല, മണി സമ്മതിക്കില്ല. കാശായിട്ട് നമുക്ക് കൊടുത്താൽ അവർ കളക്ട് ചെയ്യില്ല, കാർഡായിട്ട് തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പത്തെ ബസ്സിൽ കയറിയപ്പോൾ പുള്ളി ആക്ച്വലി ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എവിടം വരെ പോകാനാണ്, എങ്ങനെയാണ് തിരിച്ചു വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു വന്നാൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു 1 ഡേ പാസ്, അത് 20 യൂറോസാണ്. അപ്പോൾ അത് എടുക്കണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആ പ്രിൻ്റ് ഔട്ടുണ്ട്, അതിങ്ങനെ ജസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അവർ നമ്മളെ ബസ്സിൽ കയറ്റി വിടും. ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സിഗ്നിക് ബ്യൂട്ടിയാണ്. എല്ലായിടത്തും കാണാൻ ഭംഗി. എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും നേച്ചറിൻ്റെ ആ ഒരു രക്ഷയില്ല. കുതിരയാണോ? കുതിരയാണ്, പോണിയാണ്. ഒരു രസമുണ്ട് കാണാൻ. കുതിരയാണോ പോണിയാണോ എന്താ എനിക്കറിയില്ല. കീർത്തി ചെല്ലുന്നുണ്ട്. ചേച്ചി തോണ്ടു വന്ന് എന്നാന്ന് ചേച്ചി എന്തിനു തിന്നാൻ തന്നാൽ മതി എന്നാണ് പുള്ളിക്കാരൻ്റെ. അവിടെ കൊച്ച് കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് വില്ലേജ് അടുത്തെത്താറായി. ഞങ്ങളിത് അതേപോലെ ഒരു പാലം ഞങ്ങളിത് ഇവിടെ കയറുക. ഇവിടെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ഈ വില്ലേജിൻ്റെ ചുറ്റുമുള്ള ഇങ്ങനെ ബോട്ട് റൈഡ് ചെയ്യാനുള്ള നമ്മുടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഇത് കാണാം. ഇതിവിടെ വന്ന് ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ. പക്ഷേ ഇവിടെ ആക്ച്വലി ചുറ്റും വീടുകളാട്ടോ ഭയങ്കര ഭംഗിയാണ്. ഇത് ഞങ്ങളൊരു വില്ലേജിൻ്റെ അകത്തുകൂടെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വഴി ഇപ്പോൾ ചെറുതാണ്, രസമുണ്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ്. കീർത്തി എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഗ്രീനറി. ഇവിടെയൊക്കെ താമസിക്കണവരുടെ
ഒരു ഭാഗ്യം. രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി, എന്താ വ്യൂ. അവര് പക്ഷെ കണ്ടു മടുത്തതാണ്. അതും ശരിയായിരിക്കട്ടോ, അവര് കണ്ടു മടുത്തതാണ്. പച്ച വേണ്ട, അവർക്ക് പച്ച കളർ വേണ്ടെന്നായിരിക്കും പറയാം. ഒരു നല്ല കോഫിയൊക്കെ റെഡിയാക്കി രാവിലെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു മഞ്ഞൊക്കെയുള്ള ടൈമിൽ ഇറങ്ങി ഈ വ്യൂ ഒക്കെ കണ്ട് അന്നത്തെ ഡേ സൂപ്പറായിരിക്കും. ചെറിയ സെയിൽസ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ബാംഗിൾസ് ആണ്, €2 ആണ്. ഇതുണ്ട് ഇവിടുത്തെ സ്കീം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളത് എടുത്തിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് നമ്മൾ ആ പൈസ ഇട്ടാൽ മതി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കസേര അടക്കം കാണില്ല. ബോട്ട് റൈഡ്സ് വെച്ചിട്ട് വില്ലേജിൻ്റെ ചുറ്റും കൊണ്ടുപോകും. ഇത് ബിന്നൻ പാഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മിനീസ് എന്ന് അറിയപ്പെടുന്നത്. അതെ, ഇതൊക്കെ ഇതിന് കൂടുതൽ അറിയാൻ കരുതി കുറേ റിസർച്ച് ചെയ്താ പറഞ്ഞ കരുതി. ഇറ്റ്സ് എ മിനി വെനസ് പോലെയാണത്. അതിപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കണ്ടാൽ മനസ്സിലാവും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഗ്രീൻ ആൻഡ് സീ ഹൗ ബ്യൂട്ടിഫുൾ എവറിത്തിങ് ഇസ്. ഇത് പോയപ്പോൾ ടൂറിസ്റ്റ് ബോട്ട് റെന്റൽസ് ആണ് ഇത്. നമുക്ക് ബോട്ട് റെന്റ് ചെയ്ത് നമുക്ക് തന്നെ ഓടിക്കാനുള്ള, ഇതാരും വേറെ ആരും നമ്മളെ കൊണ്ടുപോകില്ല. ഇൻഡിവിജ്വൽ ബോട്ട്സ് റെന്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഫുൾ ഏരിയാസ് കംപ്ലീറ്റ്ലി ബോട്ട്സ് ആണ്. ഞങ്ങളിപ്പോൾ ഒരു ബോട്ട് റൈഡ് എടുത്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെൻ്റൽ ബോട്ട് എടുത്തേ. മറ്റത് ഇങ്ങനെ റൂഫുള്ള ബോട്ടാണ്. ഇപ്പോൾ ഈ സൈഡിൽ കിടക്കണ കാണാം, അതാണ് ഈ ടൂർ ബോട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ റെൻ്റൽ ബോട്ട് എടുത്തു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈസി ആയിട്ട് ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു ഹവറിന് €50 ആണ്. അപ്പോൾ അവരൊരു ഡെപ്പോസിറ്റായിട്ട് ഒരു €50 കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ അവരതനുസരിച്ച് കട്ട് ചെയ്യും. നെക്സ്റ്റ് 15 മിനിറ്റ്സ് നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ അവർ €10 പിന്നെയും ഡിഡക്റ്റ് ചെയ്യും. €100 ഇപ്പോൾ മേടിച്ചാണ്, ബാക്കി തിരിച്ചു തരും. അങ്ങനെയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് പഠിച്ച് വന്നേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഓടിച്ചു വന്നു. ആക്ച്വലി നല്ല രസമുണ്ട്. ആംസ്റ്റർഡാം ലൊക്കേഷൻ ഞങ്ങൾ വന്നെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നത് തുലിപ്സ് ഗാർഡൻ കാണാൻ പോകാൻ വേണ്ടിയായിരുന്നു. അത് ഭയങ്കര ആഗ്രഹമുള്ളായിരുന്നു. ഏപ്രിൽ മെയ് സമയങ്ങളിലാണ്. ഏപ്രിലൊരു മിഡോടെ പിന്നെ മെയ് തൊട്ടാണ് തുലിപ്സ് പൂക്കുന്നത്. ആ തുലിപ്സ് ഗാർഡൻ ഓപ്പൺ ആവുന്നതും ആ സമയത്താണ്. അപ്പം അതായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ. പിന്നെ വേറെ അപ്പം ഞങ്ങൾ 1 ഡേ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ പാരീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ആ ദിവസം എന്തായാലും തുലിപ്സ് ഗാർഡൻ കാണാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് എന്താണ് കാണാൻ പറ്റണേന്നുള്ള ഒരു നോക്കിയപ്പോഴാണ്, ഈ നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് എല്ലാവരും പറഞ്ഞ ജിയാത്തൂൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇങ്ങനൊരു വില്ലേജ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മൾ നോർമലി ഇപ്പോൾ ഇങ്ങനൊരു ബോട്ട് യാത്ര ഇപ്പോൾ നമ്മൾ വെനീസിലാണ് നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അപ്പം ഒരു മിനി വെനീസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജിയാത്തൂൺ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജിയാത്തൂൺ ഇത് പോകണമെന്നും ഈ ബോട്ട് യാത്ര നടത്തണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയമായത് കാരണം കൊണ്ട് പാരീസിൽ നിന്ന് ഇന്നാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ 6 o'clock വരെയാണ് ഈ ബോട്ടിങ്ങിൻ്റെ സമയമുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ബോട്ട് ചെയ്യാൻ പറ്റുമോ, അതിന് ടൈം കഴിഞ്ഞ് പോകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളൊരു അതിന് മുമ്പ് എത്താൻ പറ്റി. ഈ ഞങ്ങളുടെ ബോട്ടിൽ പിടിക്കുകയോ ഇല്ല, ഓക്കെ എത്താൻ പറ്റി. ഇത് ചെയ്യാൻ പറ്റി. ഭയങ്കര എന്താ പറയുക, ഈ ആലപ്പുഴയും ഉണ്ട് ഇതുപോലത്തെ തന്നെ ഒരു ഇതുണ്ട്.
പക്ഷെ എന്നാലും ഇവിടെ വന്നപ്പോൾ നമുക്കിത് ചെയ്യാണ്ട് പോകാനങ്ങ് തോന്നിയില്ല. ഇതേ നോക്കി, ഇവിടെ ഇതെന്താണെന്ന് അറിയില്ല, എന്തോ താറാവ് പോലത്തെ എന്തോ ഒരു സാധനം. അതിൻ്റെ ആ കൊക്കിൻ്റെ കണ്ടോ, ഒരു ബ്ലൂ കളറ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ. പിന്നെ ഈ സൈഡിൽ കൂടെയുള്ള ഈ വീടുകളും ഒക്കെ ഭയങ്കര, നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ പണ്ട് പാഠപുസ്തകങ്ങളിലൊക്കെ കവർ പേജിലായിട്ടും അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഡെസ്ക്ടോപ്പിലും നമ്മൾ സ്ക്രീൻ സേവറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു പിക്ചേഴ്സൊക്കെ ഇപ്പം നേരിൽ കാണാൻ പറ്റിയൊരു ഭാഗ്യമുണ്ടായി. നല്ല രസമുണ്ട്. വാർക്കിച്ചൻ ഇപ്പോൾ ബോട്ട് ഓടിക്കാൻ പഠിച്ചിട്ടാ. നേരത്തെ ഞങ്ങളുടെ ബോട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടി താറാവിനെ എന്തായാലും കൊന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഓർത്ത്, ദൈവമേ, ഇത് ആഴെ കണ്ടിട്ട് വലിയ ആഴമൊന്നും ഇല്ലാതെ തോന്നുന്നു. ലൈഫ് അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബോട്ട്, അത് പക്ഷേ അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞത്. പക്ഷെ അതിന് 35 euros ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നമുക്കിത് ഓടിച്ചു പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കുറച്ച് പൈസ സ്റ്റേബിൾ ആയിട്ടുള്ളത് എടുത്താൽ മതി. സ്റ്റേബിൾ ആയിട്ടുള്ളതിനാണെങ്കിൽ 50 euros, അൺസ്റ്റേബിൾ ആയിട്ടുള്ളതിന് ഏതാണ്ട് 35 euros ആണ്. നിങ്ങൾക്ക് നീന്താനൊക്കെ അറിയാം, എനിക്ക് അൺസ്റ്റേബിൾ എടുത്താൽ. രണ്ടുപേർക്ക് നീന്തൽ അറിയില്ല, അത് കാരണം കൊണ്ട് എന്തായാലും കുറച്ച് പൈസ കൊണ്ട് എടുത്താൽ നമുക്ക് ജീവനല്ലേ വലുത്. ഇനി ഇവർ ലൈഫ് ജാക്കറ്റ് ഒന്നും തന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു അങ്ങനെ മറിയത്തും ഇല്ലായിരിക്കും, ചിലപ്പോൾ ആഴമൊന്നും കാണത്തില്ലായിരിക്കും. മേ ബി അതുകൊണ്ടല്ലായിരിക്കും ഇവർ ലൈഫ് ജാക്കറ്റൊന്നും പ്രൊവൈഡ് ചെയ്യാണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ആക്ച്വലി അവർ ബോട്ട് റെൻ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണിച്ചു തന്നെ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ലൊക്കേഷൻസ് ഉണ്ട്, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു പാത്ത് വേ കൂടെ കറങ്ങിയിട്ട് വരാം. ഞങ്ങളും അതും വിചാരിച്ചത് ചുമ്മാ ഓപ്പൺ ആയിട്ടുള്ള ഒരു നദിയല്ലേ, ഇതിൻ്റെ അകത്തൂടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും. ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ അവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, ഇതിൻ്റെ താഴെ ഒരു പ്രൊപ്പല്ലർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മറ്റേ ചെളി പോലെ പായൽ പോലെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയിട്ട് അതെടുത്ത് കളയാം. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അവരുടെ നമ്പറിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അവരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ വന്ന് ചെയ്യാത്തോണിൽ ഇതൊരു അന്തവും കുന്തവും ഇല്ല കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചെത്തണം, അല്ലെങ്കിൽ നമ്മുടെ കാശ്. അതാണ് ടാസ്ക്. ഇത് പഠിച്ചെടുക്കണേലും ടാസ്ക്കാ. 1 മണിക്കൂറിൽ ഇത് തിരിച്ചു വരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഫ്രണ്ടിൽ ഞങ്ങളുടെ ബോട്ടിൽ ഒരു 2 കപ്പിൾസ് ഉണ്ട്. അവർ ഇടിയോട് ഇടിയാണ്. ഞാൻ അതേ സ്റ്റോപ്പ് ചെയ്തു കണ്ടോ, അവർ ഇടിക്കണം കണ്ടോ. അവിടെ പോയി സൈഡിൽ ഇടിച്ചിട്ട് ശരി കുറച്ച് മുമ്പ് ഞങ്ങളുടെ ബോട്ടിലേക്ക് ഇപ്പോൾ ഒന്ന് ഇടിച്ചോളൂ. ഞങ്ങൾ വട്ടം തിരിച്ച് ഇപ്പോൾ ഒന്ന് സ്റ്റേബിൾ ആയോളൂ. നല്ല രസമുണ്ട്. സൈഡ് കയറിയും താറാവ് പോകണുണ്ടോ, താറാവാണോ എന്താണോ എന്തെങ്കിലും ആവട്ടെ. താറാവ് നമ്മൾ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഒരു വീട്, ഈ വീടുകളിലൊക്കെ ആ വീട്ടിന് പുറത്തൊരാളുണ്ട്. ഇവിടെ ഒരു പാലം നല്ല രസമുണ്ട്. ഈ ആംസ്റ്റർഡാമിൽ ഞങ്ങൾ വന്ന പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പം എല്ലാ വീടുകളിലും ഇങ്ങനെ ഗ്ലാസ്സസ് ഉണ്ട്. മിക്ക വീടുകളിലും എല്ലാ വീടുകളിലും ഇങ്ങനെ നമുക്ക് കാണാമെങ്കിൽ ഗ്ലാസ്സസ് കാണാം. എല്ലാ ഗ്ലാസ്സസിലെല്ലാം ഇവരിങ്ങനെ എന്തെങ്കിലും ഷോ പീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്ലവർ വാസോ അങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഇപ്പം ഏത് വീടെടുത്ത് നോക്കി കഴിഞ്ഞാലും അത് കാണാൻ പറ്റുമെന്നറിയില്ല. അതേ ഇവിടെ കണ്ടോ, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഹോം ഡെക്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അവരെല്ലാം
നമുക്ക് പുറമേ നിന്ന് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ആ വീടിനോട്. ഈ പറഞ്ഞ നമ്മളൊക്കെ ആണെങ്കിൽ കർട്ടൻസൊക്കെ അടച്ചിട്ട്, കാരണം വീടിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വല്ല കിച്ചണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കാണാൻ. ഇത് കണ്ടോ വീടിൻ്റെ സൈഡിൽ വെച്ചേക്കണുണ്ടോ ഗ്ലാസ്സിൽ ഇങ്ങനെ ഓരോരോ ഷോ ഐറ്റംസ്. ഇത് ജിയാത്തൂണിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങ് വന്ന വഴിക്കാണെങ്കിലും ഈ വീടുകളിൽ കാണാൻ ഞങ്ങൾ നോട്ടീസ് ചെയ്തായിരുന്നു. ഞങ്ങളിപ്പോൾ യു എടുക്കുക, ഇനി 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തി, അവിടെ നിന്ന് യു എടുത്ത് ഇനി കറങ്ങി വന്ന് 4 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോകണം. അവിടെ ബോട്ട് ഇത് ചെയ്യണ്ട. ഓൾമോസ്റ്റ് 4 o'clock ഞങ്ങളിപ്പോൾ എടുത്തത്. ഇനിയിപ്പോൾ ഒരു 35 minutes കൂടി ഉണ്ട്, അതിനുള്ളിൽ തിരിച്ചു കൊടുക്കണം. ഒരു ചേട്ടൻ അവിടെ സ്റ്റണ്ട് കാണിക്കണേന്ന് തോന്നുന്നു. മുട്ടത്തലയൊക്കെ ആയിട്ട് ജെയിംസ് ബോർഡിനെ പോലെ പറമ്പിൽ കൂടെ ഒക്കെ കയറ്റാൻ നോക്കുന്നുണ്ട്. ഞങ്ങളിതിനു ഒന്ന് പറമ്പും മേച്ചിൽപ്പുറൊക്കെ കയറി ഇറങ്ങിയത് വന്നോളൂ. നമുക്ക് തിരിച്ചു നല്ല ആഴമുണ്ടോ തോന്നണം കേട്ടോ. നമ്മൾ വേറെ ടേബിൾ ബോട്ട്, ദൈവമേ. പക്ഷെ ഇങ്ങോട്ടേക്ക് ആരും വന്നില്ല. അതെ, അവരവിടെ യു എടുക്കണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടാ പോണ്ടേ. ഞങ്ങൾ എവിടെയോ എത്തി. ഇവിടെ അങ്ങോട്ട് പോയാലോ? എവിടെയെങ്കിലും പോവർക്കിച്ചോ? ആ ഇടിച്ചു മാറിപ്പോട്ടെ. ആക്ച്വലി ഇതൊരു വണ്ടി അങ്ങോട്ടേക്കൊക്കെ പോകണം. ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ്. ഒരു കോർണർ ഉണ്ട്, ഞങ്ങളൊരു ഷോർട്ട് കട്ടായിരിക്കും, എളുപ്പത്തിൽ 1 hour തീർക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഷോർട്ട് കട്ടാണെന്ന് വിചാരിച്ച് ഞങ്ങളൊരു സ്ഥലത്തേക്ക് ചെന്നു. പക്ഷെ അതൊരു എൻഡായിരുന്നു, ഒരു കോർണർ എൻഡായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ റിവേഴ്സിൻ്റെ ഓപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അറിവുള്ളവർ പറയണത്, നമ്മൾ കുറുക്ക് വഴി ആലോചിക്കരുതെന്ന്. കുറുക്ക് വഴി ആലോചിച്ച് ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഞങ്ങളുടെ 4 എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് 4 എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് എത്തുമായിരിക്കും. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. അതിട്ടോ ലാസ്റ്റ് ഞങ്ങൾ 4 കണ്ടുപിടിച്ച് ബോട്ടിനെ ചങ്ങലയ്ക്ക് ഇടുന്ന സീനാണ് കാണുന്നത്. ബാക്കി അവർ വന്നിട്ട് നേരെ ഇട്ടോളുമായിരിക്കും. അവർക്കിച്ചൻ വണ്ടി സൈഡ് ചേർത്ത് അയ്യോ എന്നെ ഞാനും കൂടെ ഞാനിത് ഗൈസ്. അപ്പോൾ ഞങ്ങളെങ്ങനെയോ കരക്കടുപ്പിച്ചു. അപ്പോൾ ഒരു 5-10 minutes എക്സ്ട്രാ ആയിട്ടുണ്ട് എന്തായാലും. പക്ഷെ അവർ എക്സ്ട്രാ ഒന്നും മേടിച്ചില്ല. ഞങ്ങൾ കാർഡ് പേയ്മെൻറ്റാണ് ചെയ്തത്, ഫോറക്സ് കാർഡ് പേയ്മെൻറ്റ്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ 50 euros മേടിച്ചായിരുന്നു. അപ്പോൾ 100 euros ടോട്ടൽ മേടിച്ചത്. എന്നിട്ട് നമ്മൾ ഓൺ ടൈം ചെല്ലുവാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കാർഡിലേക്ക് തന്നെ റീഫണ്ട് ആവും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കണേ. ക്യാഷായിട്ട് ഉണ്ടെങ്കിൽ ക്യാഷായിട്ട് തന്നെ തിരിച്ചു തരും. അപ്പോൾ കാർഡ് വഴി ചെയ്തുകൊണ്ട് കാർഡിലേക്ക് തന്നെ റീഫണ്ട് ആവുമെന്നാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൈഡ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കുറേ പേരിങ്ങനെ റൈഡ് പോണത് കാണാം. ഇതൊക്കെ നല്ല രസമുള്ള ഏരിയയാണ്, ഒന്നും പറയാനില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ഭംഗിയുള്ള ഏരിയാസ് മാത്രമേ ഉള്ളൂ. അതെ, ആംസ്റ്റർഡാം നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഒരിക്കലും അത് ഇവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും അതൊരു എക്സ്ട്രാ ഇതാന്ന് മീൻസ് ഒരു ഹൈപ്പിൻ്റെ പുറമേ അല്ല, അത്രയ്ക്കുണ്ട്. കിറ്റി ആരുടെയോ ഇങ്ങനെ
വ്ളോഗ് കണ്ട് റിസർച്ച് ചെയ്തപ്പോൾ ഇതിങ്ങനെ സ്പെഷ്യൽ പ്ലേസ് ആണ്, ഷുഡ് പിന്നെ ആംസ്റ്റർഡാം വിസിറ്റ് ചെയ്യണമെങ്കിൽ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ കീർത്തി റിസർച്ച് ചെയ്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് കീർത്തിയാണ് അതായത് മൊത്തം കണ്ടുപിടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഞങ്ങൾ ആംസ്റ്റർഡാം സെൻട്രൽ എന്ന് വെച്ചാൽ ആംസ്റ്റർഡാമിൻ്റെ സിറ്റി പോലത്തെ ഏരിയയിൽ നിന്ന് ഞങ്ങളൊരു വില്ലേജ് പോലത്തെ ഏരിയയിലേക്ക് വന്നിട്ട് ആണ് ഇത് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. അപ്പോൾ വി ആർ ഹെഡിങ് ബാക്ക്. ഇനി ഞങ്ങൾ തിരിച്ച് എയർബിഎൻബിയിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഹോളണ്ട് വിയറ്റ്നെ സംതിങ് അങ്ങനെ എന്തോ ഒരു സ്റ്റോപ്പാണ്. അങ്ങോട്ടേക്ക് ഇനി ചെല്ലണം. അവിടെ നിന്ന് ബസ് പിടിക്കുക. 2 ബസ് കയറിയാണ്. ഞങ്ങൾ വെല്ലൻഹോവയിലേക്കാണ്. ഞങ്ങളുടെ എയർബിഎൻബി വെല്ലൻഹോവയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ തിരിച്ചു വിടുവാണ്. അവിടെയും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഏരിയ. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ ഇപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്ന എയർബിഎൻബി ഒരു സ്മോൾ ചെറുതാണെങ്കിൽ 2 പേർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് നൈറ്റ് മാത്രം സ്റ്റേ ചെയ്താൽ മതി. പക്ഷെ അവിടെ വീണ്ടും കുറേ ഇപ്പം ഒരു ഫാമിലി ആയിട്ട് വരികയൊക്കെ ആണെങ്കിൽ കുറച്ച് എന്താ വലിയ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിങ്ങൾ താമസമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ദിവസം നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്, കുറച്ച് നേരം നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റിയ രീതിയിലുള്ള കുറേ എയർബിഎൻബി സ്റ്റൈൽ കണ്ടു. ഇപ്പോൾ വെല്ലൻഹോവ ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എയർബിഎൻബി നോക്കുമ്പോൾ വെല്ലൻഹോവ ലൊക്കേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല നല്ല ചോയ്സസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെയും എയർബിഎൻബീസ് ആണോ ഹോട്ടൽസ് ആണോ എന്തോ ഇവിടെ ഉണ്ട്. കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങൾക്കറിയില്ല. കാരണം ജിയാത്തോന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയാണ് ഇത് ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിലാണെന്ന് തോന്നുന്നു, സ്റ്റേ ആണെന്ന് തോന്നുന്നു. അത് പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നത് ഇതേ ബോട്ട്സാണ്. ബോട്ടിലേക്ക് ഇറങ്ങി നമുക്ക് ബോട്ട് റൈഡ് ചെയ്യാനുള്ള സൗകര്യം പോലെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീടുകളൊക്കെ ചിലപ്പോൾ അവരുടെ ഓണേഴ്സ് വെക്കേഷൻ ഹൗസസ് പോലെ അല്ലെങ്കിൽ എയർബിഎൻബിക്ക് കൊടുത്തേക്കാനാണെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ആക്ച്വലി എടുത്ത ബോട്ട് റൈഡിൻ്റെ അവരുടെ വെക്കേഷൻ ഹൗസായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കഫേ പോലത്തെ സ്ഥലത്തു നിന്നാണ് ബോട്ട് എടുത്തത്. അപ്പോൾ അവർ ഞങ്ങളെ കുറച്ച് നടത്തിച്ച് ആക്ച്വലി വീടിൻ്റെ അകത്ത് കൂടെ പോയി ബാക്ക് യാർഡിൽ നിന്ന് ഞങ്ങളിപ്പോൾ ബോട്ട് എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിയുടെ വെക്കേഷൻ ഹൗസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ശരിക്കുള്ള വീട് കുറച്ച് ദൂരെയാണ്. ഇത് പുള്ളി ഈ ജിയാത്തൂൺ ഇപ്പോൾ എന്തൊരു ബോട്ട് റൈഡിൻ്റെ സീസണാണ്. അപ്പോൾ ആ ടൈം നോക്കിയാണ് ഇപ്പോൾ പുള്ളി ഇതൊക്കെ. ഞങ്ങൾ ഓൾമോസ്റ്റ് തിരിച്ച് എയർബിഎൻബി എത്തി. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. നോക്കിയപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ റെഡി ടു കുക്ക് ഫുഡും ഉണ്ട്, കുറേ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു കെട്ടുകണക്കിന് സാധനം മേടിച്ചു. ഇതിനെല്ലാം കൂടെ ഏതാണ്ട് 16 യൂറോ ആയിട്ടുള്ളൂ. എൻ്റെ കയ്യിലും സാധനമുണ്ട്. എല്ലാം കൂടി ഒരു 16 യൂറോ ആയിട്ടുള്ളൂ. വൻ ലാഭമായി. ഇപ്പോൾ 16 രൂപയ്ക്ക് ഞങ്ങൾ പുറത്ത് പോയി കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹോട്ട് ഡോഗും 2 ക്രോസോണ്ടും എല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പോൾ തിരിച്ച് ഇവിടെ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ലുക്ക്. ഇപ്പോൾ എന്താ പറയുക, എയർബിഎൻബിയുടെ ചുറ്റുമുള്ള ലുക്ക് ഇപ്പോൾ ഇതാണ്. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ പാരീസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 8 മണിയാണ്. ഏകദേശം അവസ്ഥ ഇങ്ങനെയാണ്. നല്ല വെളിച്ചൊക്കെയായിട്ടാണ് ഇപ്പോൾ. നെക്സ്റ്റ് ഡേ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ.